വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള കൃത്രിമ വേർതിരിവ് അനുവദിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി. ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇത്തരം ഒരു വിധി പ്രഖ്യാപിച്ചതെന്ന് അറിയാൻ നമ്മളിൽ പലർക്കും ആഗ്രഹമുണ്ടാവും അല്ലേ? നോക്കാം. 2 ആഴ്ച മുന്നേ നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ കൂടി വായിച്ചിട്ടുണ്ടാവും, ഒരമ്മ തൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ വായിൽ തുണി തിരികെ കെട്ടി. എന്തിന്? തൻ്റെ വീട്ടിലുള്ള മറ്റാരും ആ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ. ശേഷം ആ കുഞ്ഞ് മരിച്ചു എന്ന് കരുതി അതിനെ ജനലിലൂടെ വലിച്ചെറിയുകയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിന് ധാരണാന്ത്യം നമ്മൾ കാണേണ്ടി വന്നു. അമ്മയുടെയും പാർട്ട്ണറുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു, FIR രജിസ്റ്റർ ചെയ്തു. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കും ഈ അമ്മയുടെ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാനായിട്ട് അമ്മയെ പ്രേരിപ്പിച്ച കാര്യം? എൻ്റെ മനസ്സിൽ വല്ലാതെ ഉരച്ചൊരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു, എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പോലെ മെഡിക്കൽ പ്രാക്ടീഷണർ അപ്രോച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത്. ഇനി അതല്ല, ഒരു പരിധിവരെ ഗർഭം അറിയാതെ ആയിപ്പോയോ, അതോ അബോർഷൻ ടൈം കഴിഞ്ഞു പോയോ, എന്തു തന്നെയായാലും അറിവില്ലായ്മ കൊണ്ട് ഇനി ഇത്തരം ഒരു കൃത്യം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. 2022 മണിപ്പൂരുള്ളൊരു പെൺകുട്ടി ഇതുപോലെ ഗർഭിണിയായി. 20 ആഴ്ചയോളം അവർ വിവാഹം കഴിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് അയാൾ പറയുന്നു, ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറില്ല എന്ന്. 20 ആഴ്ച വരെ എത്തിയ ഒരു ഗർഭമായതുകൊണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് അബോർഷൻ ചെയ്യാൻ പോയപ്പോൾ പറ്റില്ല എന്ന മറുപടിയാണ് ആ കുട്ടിക്ക് കേൾക്കേണ്ടതായി വന്നത്. ഒപ്പം ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തു, ഹൈക്കോടതിയും പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി വളരെ ആധികാരികമായി ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും, റൈറ്റ് ടു ഇക്വാലിറ്റി, വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള ആ ഒരു ഇക്വാലിറ്റി, അവർ രണ്ടുപേരും ഏത് തരത്തിലാണ് എങ്ങനെയാണ് അവർ ഈക്വലി ട്രീറ്റ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ റൂൾ 3B ഓഫ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിലെ റൂൾ 3Bയിൽ ഏതെങ്കിലും തരം ഇക്വാലിറ്റിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? ഈ ആക്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ? വളരെ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് ഫോളോ ചെയ്തിട്ട് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു, വിവാഹിതരും അവിവാഹിതരും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും അനുവദനീയമല്ല. ഒരു സ്ത്രീ, ആ സ്ത്രീയാണ് അവളുടെ ശരീരത്തിൻ്റെ പൂർണ്ണ അവകാശി. അതുകൊണ്ട് തന്നെ അവൾ ഗർഭം ധരിക്കണോ കുഞ്ഞിനെ പ്രസവിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾക്കാണ് തീരുമാനിക്കാനുള്ള അവകാശം. അത് അവൾ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഒരു മെഡിക്കൽ പ്രാക്ടീഷണറും ഇനി അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം പോലും ചോദിക്കാതെ ആ സ്ത്രീക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ആവശ്യമില്ലാത്തൊരു പ്രഗ്നൻസി ആണ് അത് എങ്കിൽ തീർച്ചയായും നടത്തി കൊടുക്കണം. ഇതായിരുന്നു അഡ്മിറബിളും വളരെ കമൻറ്റബിളുമായിട്ടുള്ള ഈ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം സാധാരണഗതിയിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു 20 മാസം കഴിഞ്ഞിട്ടുള്ള ഗർഭം ഒരു പ്രഗ്നൻസി അബോർട്ട് ചെയ്യാനുള്ള സാധ്യത എന്ന്. ഒന്ന്, അമ്മയ്ക്കോ കുഞ്ഞിനോ ഏതെങ്കിലും തരത്തിൽ ജീവൻ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയുണ്ടെങ്കിൽ തീർച്ചയായും. രണ്ടാമത്, ഒരു സെക്സ്വൽ അസോൾട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഗർഭധാരണം. മൂന്നാമതൊരു മൈനർ, അവർ ഏതു തരം കാര്യത്തിലായാലും മൈനർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. നാലാമത്തതാണ് ഒരു എക്സംഷൻ, റൂൾ 3B ഓഫ് മെഡിക്കൽ ടെർമിനേഷൻ ആക്റ്റും റൂളിനകത്തുമുള്ളത്. അതിൽ ഒരു സ്ത്രീ വിവാഹശേഷം ഗർഭിണിയായതിനു ശേഷം അവരുടെ ഭർത്താവ് മരിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലെ വിവാഹമോചനത്തിന് കാരണമാവുകയോ ചെയ്താൽ ആ സ്ത്രീക്ക് തീരുമാനിക്കാം, ഞാൻ ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ അതല്ല അത് അബോർഷൻ ചെയ്യണോ എന്നുള്ളത്. ഇനി ഭാവിയിലുള്ള ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അബോർഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം. ഇവിടെയും നമ്മുടെ മണിപ്പൂരുകാരി പെൺകുട്ടി ഈ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ പറഞ്ഞ റൂൾ 3Bയുടെ എക്സംഷൻ അവൾക്കും അനുവദിക്കണമെന്നുള്ളതാണ്. സുപ്രീം കോടതി വളരെ സന്തോഷപൂർവ്വം അത് അനുവദിച്ചു കൊടുത്തു. തീർച്ചയായും ഇനി അങ്ങോട്ടേക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ നിർബന്ധിച്ച് പീഡിപ്പിച്ച്, ഈവൻ ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു മാരിറ്റൽ റേപ്പ് എന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം തോന്നുമായിരിക്കും. നമ്മുടെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചൊരു സ്ത്രീ അവളുടെ സമ്മതമില്ലാതെ അവളുടെ ഭർത്താവിൻ്റെ പീഡനമെന്നോ അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ അതിൻ്റെ വാക്കുകൾ അതായതുകൊണ്ട് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഗർഭം ധരിക്കാൻ ഇടയായാൽ പോലും ആ സ്ത്രീക്ക് ആ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നുണ്ടെങ്കിൽ ഷീ ഹാസ് ദ റൈറ്റ് ടു ടെർമിനേറ്റ് ദ പ്രഗ്നൻസി. അപ്പോൾ 2 പേരൊന്നിച്ച് ഒരു സുഖവും ദുഃഖവും അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ സ്ത്രീ മാത്രം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് ശേഷം അതിൻ്റെ ദുഃഖവും അതിൻ്റെ വിഷമങ്ങളും അനുഭവിച്ച് മുന്നോട്ട് കടന്നു പോകേണ്ട ആവശ്യമില്ല.
അതാണ് സുപ്രീം കോടതി ഈ ഒരു ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഈ ജഡ്ജ്മെൻറ്റിലൂടെ നമ്മൾക്ക് കിട്ടിയ ഒരു സാന്ത്വനം, ഒരാശ്വാസം എന്ന് പറയുന്നത്. ഇത്തരമൊരു നല്ല ഒരു വിധി നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനിയും ഇതുപോലെയുള്ള സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമൂഹത്തിൽ പ്രാധാന്യമുള്ള മറ്റ് വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെ വണക്കം.